ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അഥവാ മിഥ്യ കാഴ്ച എന്നത് കാഴ്ചയെ മിഥ്യയാക്കി അവതരിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു വിക്രിയയാണ്. നമ്മുടെ കണ്ണുകൾ തലച്ചോറിലേക്ക് അയക്കുന്ന വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ദൃശ്യ പ്രതിഭാസമാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. നമ്മുടെ മസ്തിഷ്കം മുൻകാല അനുഭവങ്ങൾ, പ്രതീക്ഷകൾ, സന്ദർഭം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ദൃശ്യവിവരങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇത് യഥാർത്ഥ കാഴ്ചയെ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് വ്യക്തിയെ മാറ്റുന്നു. പാതി വെള്ളത്തിൽ മുങ്ങിയ ഒരു വടി ശ്രദ്ധിച്ചു നോക്കൂ. വെള്ളത്തിലുള്ള ഭാഗം വളഞ്ഞോ ദിശ മാറിയോ കാണപ്പെടും. അതുപോലെ കുറേയേറെ സമാന്തര രേഖകളെ വേറൊരു ആംഗിളിൽ നോക്കൂ. അവ ചെരിഞ്ഞും വളഞ്ഞും കാണപ്പെടും. ചില ചിത്രങ്ങളെടുക്കുക, അതിലൊളിച്ചിരിക്കുന്ന മറ്റൊരു വസ്തുവിന്റെ ദൃശ്യം നമുക്ക് കാണാനാവും. എന്നാൽ യഥാർത്ഥത്തിൽ അതവിടെ ഉണ്ടായിരിക്കില്ല. എന്താണ് ഒപ്റ്റിക്കൽ ഇല്യൂഷന്റെ കാരണങ്ങൾ? ശരീരശാസ്ത്രപരമായ പരിമിതികൾ ഒരു കാരണമാണ്. ദൃശ്യവിവരങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നതിൽ നമ്മുടെ കണ്ണുകൾക്കും തലച്ചോറിനും പരിമിതികളുണ്ട്. സന്ദർഭത്തിന്റെ സ്വാധീനമാണ് മറ്റൊന്ന്. ചുറ്റുമുള്ള പരിസ്ഥിതിയും പ്രതീക്ഷകളും നമ്മുടെ ധാരണയെ ബാധിക്കുന്നുണ്ട്. കാണുന്നതിനൊപ്പം കാണാത്തതിനെ ഭാവന ചെയ്യുന്നതാണ് കാരണം. പ്രകാശത്തിന്റെയും നിഴലിന്റെയും തെറ്റായ നിലയും യഥാർത്ഥ കാഴ്ചയെ വ്യത്യാസപ്പെടുത്താം. വസ്തുവിൽ പതിക്കുന്ന പ്രകാശത്തിന്റെയും നിഴലിന്റെയും തെറ്റായ വ്യാഖ്യാനം യഥാർത്ഥമല്ലാത്ത മറ്റൊരു ദൃശ്യത്തിലേക്ക് കാഴ്ചക്കാരനെ നയിക്കുന്നു. വീക്ഷണത്തിന്റെ വക്രീകരണം കാരണവും കാഴ്ചകൾ മാറാം. ഒരു കോണിൽ നിന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ വസ്തുവിന്റെ ശരിയല്ലാത്ത സ്ഥിതി കാരണം വരകളും ആകൃതികളും വലുപ്പങ്ങളും വികലമായി കാണപ്പെടുന്നു. മറ്റൊന്ന് തലച്ചോറിന്റെ കുറുക്കുവഴികളാണ്. ദൃശ്യവിവരങ്ങൾ വേഗത്തിൽ പതിവ് ചെയ്യുന്നതിന് നമ്മുടെ മസ്തിഷ്കം ചില കുറുക്കുവഴികൾ ഉപയോഗിക്കുന്നു. ഇത് കാരണം കാഴ്ചകൾ മാറും. കാണുന്ന ദൃശ്യത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനമാവില്ല നാം കാണുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ചികിത്സിക്കാനാവുമോ? ഒപ്റ്റിക്കൽ മിഥ്യാധാരണകൾ ഒരു രോഗമല്ല, അതിനാൽ അവ അർത്ഥത്തിൽ വാചികാർത്ഥത്തിൽ ചികിത്സിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ദൃശ്യവിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും ശരിയായി വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് മെച്ചപ്പെടുത്താനാവും. കാഴ്ചയിലെ മിഥ്യാധാരണകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത് അവ തിരിച്ചറിയാനും പരിഹാരം തേടാനും നമ്മെ സഹായിക്കും. ഒപ്പം കാഴ്ചയുടെ വിശദാംശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഈ മിഥ്യാധാരണകളുടെ ആഘാതം കുറയ്ക്കും. വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നത് നമ്മുടെ ധാരണകളെ ചോദ്യം ചെയ്യാനും പരിശോധിക്കാനും സഹായിക്കും. ഇതിനായി ചില പരിശീലനങ്ങളുണ്ട്. ഇത്തരം വിഷ്വൽ പരിശീലന പരിപാടികൾക്ക് കാണുന്ന വിവരങ്ങൾ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള നമ്മുടെ കഴിവ് മെച്ചപ്പെടുത്താൻ കഴിയും. അളക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ദൃശ്യവിവരങ്ങൾ കൃത്യമായി അളക്കാനും പരിശോധിക്കാനും നമ്മെ സഹായിക്കും. ഒപ്റ്റിക്കൽ മിഥ്യാധാരണകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും അവയുടെ കാരണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതും നമ്മുടെ കാഴ്ചാനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അടിസ്ഥാനമാക്കി വ്യക്തികളുടെ ഐക്യു അളക്കാനുള്ള ചില പരിപാടികൾ പത്രമാസികകളും മറ്റും നടത്താറുണ്ട്. ഒരു ഇമേജിൽ ഇല്ലാത്ത വസ്തുസങ്കല്പത്തിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്തുന്നതാണ് പരിപാടികൾ പത്രമാസികകളും മറ്റും നടത്താറുണ്ട്. ഒരു ഇമേജിൽ ഇല്ലാത്ത വസ്തുസങ്കല്പത്തിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്തുന്നതാണ് പരിപാടി. പെട്ടെന്ന് അത് കണ്ടെത്തുന്നവന് അതീവ ബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത്. ഇതിന് ശാസ്ത്രീയമായ പിൻബലമുണ്ടോ എന്നറിയില്ലതാനും.